നമസ്കാരം. എല്ലാവർക്കും അഗ്രി മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൃഷ്ണോന്നതി യോജനയെ പറ്റിയിട്ടാണ്. എന്താണ് കൃഷ്ണോന്നതി യോജന? കൃഷ്ണോന്നതി യോജന ലോഞ്ച് ചെയ്തത് 2016-17 ഇതൊരു അംബ്രല്ല സ്കീമാണ്. ഇതിന്റെ അകത്ത് 11 സബ് സ്കീമുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഏതാണ് ഈ 11 സബ് സ്കീമുകൾ? ഇതൊരു സ്റ്റോറി ലൈനിലൂടെ നമുക്ക് പഠിക്കാം. As you know, India is a country with growing population. ഈ ഗ്രോയിങ് പോപ്പുലേഷന് ഫീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫുഡ് വേണം. ഫുഡിന് നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? സസ്റ്റൈനബിൾ മാനറിന് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഫ്യൂച്ചർ ജനറേഷന് റിസോഴ്സസിന് അവൈലബിൾ ആക്കിക്കൊണ്ട് നമ്മൾ ഫുഡിന് പ്രൊഡ്യൂസ് ചെയ്യണം. അവിടെയാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വരുന്നത്. ഇനി ഏതൊരു ക്രോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും നമുക്ക് ആദ്യം ഫീൽഡ് പ്രിപ്പറേഷൻ വേണം. അതിനാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. ഇനി ഫീൽഡ് പ്രിപ്പയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സോയിങ് ആണ് നടത്തേണ്ടത്. സോയിങ്ങിന് ആവശ്യമായിട്ടുള്ളത് സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ആണ്. അപ്പോൾ സബ്മിഷൻ ഓൺ സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. ഇനി സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് ഡിസീസ് റെസിസ്റ്റന്റും പെസ്റ്റ് റെസിസ്റ്റന്റും അത് കാരണം ഉണ്ടാകുന്ന ക്രോപ്പ് ലോസസ് പ്രിവെന്റ് ചെയ്യണം. മാത്രമല്ല ഏലിയൻ സ്പീഷീസിന്റെ ഇൻവേഷനും. അതിനു വേണ്ടിയിട്ടാണ് സബ്മിഷൻ ഓൺ പ്ലാന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്ലാന്റ് ക്വാറന്റൈൻ. ഇനി ഫുഡ് ഗ്രെയിൻസ്, സീരിയൽസ്, പൾസസ് ഇത് വെച്ച് മാത്രം നമുക്ക് ഈ ഗ്രോയിങ് പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിന് വേണ്ടിയിട്ടുള്ള മിഷൻ ഏതാണ്? മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഹോർട്ടിക്കൾച്ചർ. ഇനി ഈ പ്രൊഡ്യൂസ്, അതായത് സീരിയൽസ് ആയിക്കോട്ടെ, പൾസസ് ആയിക്കോട്ടെ, ഹോർട്ടിക്കൾച്ചർ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് കൺസ്യൂമറിന് അവൈലബിൾ ആക്കണമെങ്കിൽ അഫ്കോഴ്സ് മാർക്കറ്റ് പ്ലേസിലോട്ട് എത്തിക്കണം. അതിനാണ് ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. ഇനി എപ്പോഴും ഫാമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് കിട്ടണം. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ടെക്നോളജീസിനെ അക്സെപ്റ്റ് ചെയ്യണം. ടെക്നോളജീസ് ഫാമേഴ്സിന് അഫോർഡബിളും അക്സസിബിൾ ആയിരിക്കും. അതായത് അങ്ങനെ അക്സസിബിൾ ആവണമെങ്കിൽ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഫസ്റ്റ് നടക്കണം. സയന്റിസ്റ്റിൽ നിന്ന് ഫാമേഴ്സിലോട്ട് ടെക്നോളജീസ് ട്രാൻസ്ഫർ ആണ്. അവിടെയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ വരുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നേഷൻ ഒരു ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഇനി ഫുഡ് സെക്യൂരിറ്റി സംഭവിച്ചോ, നമ്മുടെ പോളിസീസ്, സ്കീംസ് ഇതൊക്കെ എഫിഷ്യന്റോ എഫക്റ്റീവോ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ അഗ്രികൾച്ചർ സെൻസസ് നടത്തണം. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതെല്ലാം പോളിസി മേക്കിങ്ങിനും സ്കീമിന്റെ ഇംപ്ലിമെന്റേഷനും വേണ്ടി സഹായിക്കും. അവിടെയാണ് ഇന്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചർ സെൻസസ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമ്മൾ കോഓപ്പറേറ്റീവ്സിന്റെ ഇൻവോൾവ്മെന്റ് അഗ്രികൾച്ചർ സെക്ടറിൽ കൊണ്ടുവരണം, എസ്പെഷ്യലി ഇൻ മാർക്കറ്റിംഗ് സൈഡ്സ്. അവിടെയാണ് ഇന്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചർ കോഓപ്പറേഷൻ. ഇനി 11ാമത്തത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. ഇനി ഇതിനെ ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. ഇതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ഗ്രോത്ത് ആണ്. ഏത് സെക്ടറിന്റെ? ഹോർട്ടിക്കൾച്ചർ സെക്ടറിന്റെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി കൺട്രിയിൽ കൂടും. മാത്രമല്ല ഫാം ഹൗസ് ഹോൾഡ് ഇൻകത്തിനെ സപ്പോർട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഏരിയ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടണം, പ്രൊഡക്ടിവിറ്റി കൂട്ടണം. ഏതൊക്കെ ക്രോപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? റൈസ്, വീറ്റ്, പൾസ്, കോഴ്സ്, സീരിയൽസ്, കൊമേഴ്ഷ്യൽ ക്രോപ്സ് എല്ലാത്തിന്റെയും. ഇനി ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് നാഷണൽ മിഷൻ ഓൺ ഓയിൽ സീഡ് ആൻഡ് ഓയിൽ പാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ് ഈ മിഷൻ? എന്തിനാണ് ഈ മിഷൻ? അതായത് നമ്മുടെ എഡിബിൾ ഓയിലിന്റെ ഇമ്പോർട്ട് കുറച്ച് ഇൻഡിജീനിയസ്ലി ഇതിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനും ഏരിയയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാനും നമ്മളെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു സ്കീമാണ് നാഷണൽ മിഷൻ ഓൺ ഓയിൽ സീഡ് ആൻഡ് ഓയിൽ പാം. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. സസ്റ്റൈനബിൾ വേർഡിന്റെ അർത്ഥം തന്നെ നമ്മുടെ റിസോഴ്സസിനെ ഫ്യൂച്ചർ ജനറേഷനെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. അതിന്റെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് അഗ്രോ എക്കോളജിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ്, സിനർജിക് യൂസ്, അത് നമ്മുടെ റിസോഴ്സസിനെ കൺസർവ് ചെയ്യുന്ന ടെക്നോളജീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും ഉണ്ടാവും. നാലാമത്തെ എന്ന് പറയുന്നത് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ. നേരത്തെ പറഞ്ഞതുപോലെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടെക്നോളജിയുടെ ട്രാൻസ്ഫർ എവിടെ നിന്നാണ്? സയൻസിൽ നിന്ന് ഫാമേഴ്സിലോട്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ടെക്നോളജീസ് ഫാമേഴ്സിന് അക്സസിബിളും അഫോർഡബിളും ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മിഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മേജർ എയിം എന്ന് പറയുന്നത് ടു സ്ട്രെങ്തൻ ഓൺഗോയിങ് എക്സ്റ്റൻഷൻ മെക്കാനിസം. എപ്പോഴും എക്സ്റ്റൻഷൻ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും മറ്റേത് ലോക്കൽ ബോഡീസും. കാരണം ഈ എക്സ്റ്റൻഷൻ വർക്ക്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഈ ബോഡികളാണ്. ഇനി ഇത് കൂടാതെ
ഇത് institutionalized program planning and implementation mechanism, forging effective linkage and synergy amongst the various stakeholders, and to promote the pervasive and innovative use of ICT, interpersonal communications, etc. ഇനി അഞ്ചാമത്തെ പറയുന്നത് സബ്മിഷൻ ഓൺ സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ഇതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് ക്വാളിറ്റി സീഡ്സ് അഷ്യൂർ ചെയ്യുക, സർട്ടിഫൈഡ് സീഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക, സീഡ് റീപ്ലേസ്മെന്റ് റേഷ്യോ കൂട്ടുക. ആറാമത്തെ സ്കീം എന്ന് പറയുന്നത് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ. സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചർ മെക്കനൈസേഷൻ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മെക്കനൈസേഷൻ എല്ലാവർക്കും അഫോർഡബിളും ആക്സസിബിളും ആയിരിക്കും. അതായത് മെഷീനറീസിന് എല്ലാവർക്കും യൂസ് ചെയ്യാനും അറിയുകയും വേണം, അവർക്ക് അതൊരു അഫോർഡബിൾ ആവുകയും വേണം. ഇത് മേജർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ഹു കനോട്ട് അഫോർഡ് ദീസ് മെഷീനറീസ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും? ഒന്ന് കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സിന്, മറ്റത് റെന്റൽ ബേസിസിന്. മാത്രമല്ല ഈ പ്രോഗ്രാം വഴി ഫാമേഴ്സിന് ഒരു അവയർനെസ് കൊടുക്കാം. ഈ മെഷീൻസ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാവുന്നതെന്ന്. ഏഴാമത്തെ എന്ന് പറയുന്നത് സബ്മിഷൻ ഓൺ പ്ലാന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്ലാന്റ് ക്വാറന്റൈൻ. ഇതിന്റെ മേജർ എയിം എന്ന് പറയുന്നത് ടു മിനിമൈസ് ലോസ് ടു ക്വാളിറ്റി ആൻഡ് ഈൽഡ് ഓഫ് ദ അഗ്രികൾച്ചർ ക്രോപ്സ് ഡ്യൂ ടു ഡിസീസ്, പെസ്റ്റ്, വീഡ്സ് എക്സെട്ര. മാത്രമല്ല ഇത് ഫോറിൻ പെസ്റ്റുകളുടെയും വീഡ്സുകളുടെയും ഇൻട്രൂഷൻസ് ഇന്ത്യയിലോട്ട് കുറയ്ക്കും. എട്ടാമത്തെ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചർ സെൻസസ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിന്റെ മേജർ എയിം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെൻസസ് കണ്ടക്ട് ചെയ്യുക, കോസ്റ്റ് ഓഫ് കൾട്ടിവേഷനെ പറ്റി അനലൈസ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. പിന്നെ ഫാമേഴ്സിന് വേണ്ടി ടെക്നോളജീസും അതർ അഗ്രികൾച്ചർ പ്രാക്ടീസസും റീസെന്റ് ആയിട്ട് നടന്ന ഇന്നോവേഷനെ പറ്റിയിട്ടുള്ള സെമിനാർസും വർക്ക്ഷോപ്സും ഒക്കെ എമിനന്റ് പേഴ്സണാലിറ്റീസിനെ വെച്ച് അല്ലെങ്കിൽ എക്കണോമിസ്റ്റിനെ വെച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക. ഒമ്പതാമത്തെ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ്. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഇംപ്രൂവ് ആൻഡ് ടു സ്പീഡ് അപ്പ് ദ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, പ്രോസസിംഗ്, സ്റ്റോറേജ് ആൻഡ് വീക്കർ സെഷൻ പ്രോഗ്രാംസ് സോ ദാറ്റ് ദ ഫാമേഴ്സ് ഗെറ്റ് ദ റെമ്യൂണറേറ്റീവ് പ്രൈസ്. പത്താമത്തെ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചർ ആൻഡ് മാർക്കറ്റിംഗ്. ദ മെയിൻ എയിം ഓഫ് ദി സ്കീം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക, പെരിഷബിൾ കമ്മോഡിറ്റിയുടെ ഷെൽഫ് ലൈഫുകൾ കൂട്ടുക. മാത്രമല്ല ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്, ലോക്കൽ ഏരിയസിൽ മാത്രം മാർക്കറ്റ് അക്സസിബിൾ അല്ലാതെ ഫാമേഴ്സിന് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിൽ അവരുടെ പ്രൊഡ്യൂസ് കൊണ്ടെത്തിക്കാൻ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക. 11ാമത്തെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻസ്. The main aim of the scheme is to bring farmer-centric and service-oriented programs. ഫാമേഴ്സിലോട്ട് എക്സ്റ്റൻഷൻ സർവീസ് റീച്ചും ആവണം, അതിനൊരു ഇമ്പാക്റ്റും ഉണ്ടാവണം. മാത്രമല്ല ഫാമേഴ്സിന് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി അഥവാ സർവീസസ് ഫുൾ ക്രോപ്പ് സൈക്കിളിൽ അവൈലബിൾ ആയിരിക്കണം. ഗവൺമെന്റ് സൈഡിൽ അതിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുകയും വേണം. The scheme or mission focuses on creating and strengthening of the infrastructure of production, reducing production cost and marketing agriculture and allied produce. So that's the end of the session. If you like the session, do like, share and subscribe and let me know your review on the comment section. Thank you.